കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ടി എൻ ബി പ്രൈമിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ യൂണിറ്റ് നോർമൽ വെക്ടറും അതുപോലെ തന്നെ യൂണിറ്റ് ടാൻജന്റ് വെക്ടറും ബൈനോർമൽ വെക്ടറും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഫൈൻഡ് ടി എൻ ബി എന്നുള്ളത് ചോദിക്കും അല്ലേ, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇപ്പോൾ ഇവിടെ the position of a moving particle is given by r of t is equal to 3 cos t I plus 3 sin t j plus 4 t k. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിൻ്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. എന്താണ്? 3 cos t I plus 3 sin t j plus 4 t k. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, യൂണിറ്റ് നോർമൽ വെക്ടർ ആൻഡ് ബൈനോർമൽ വെക്ടർ ആൻഡ് കർവേച്ചർ, ഇത് 4 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം യൂണിറ്റ് ടാൻജന്റ് വെക്ടർ നമ്മൾ ടി ഓഫ് ടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. അതുപോലെ എൻ ഓഫ് ടിയോ, എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി. അതുപോലെ ബി ഓഫ് ടി എന്നുള്ള ബൈനോർമൽ വെക്ടർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. പിന്നെ കർവേച്ചർ എന്ന് പറയുമ്പോൾ കാപ്പ ഓഫ് ടി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നോം ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. അപ്പോൾ ഇത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലേ. ടി ഓഫ് ടിയും എൻ ഓഫ് ടിയും ബി ഓഫ് ടിയും കാപ്പ ഓഫ് ടിയും നമുക്ക് ഓരോന്നായിട്ട് കണ്ടെത്താം. ഫസ്റ്റ് ടി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം. ടി ഓഫ് ടി നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ആർ ഓഫ് ടി, നമ്മളുടെ പൊസിഷൻ വെക്ടർ എന്താണ്? പൊസിഷൻ ഫംഗ്ഷൻ 3 cos ടി ഐ പ്ലസ് 3 sin ടി ജെ പ്ലസ് 4 ടി കെ ആണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ ആർ ഡാഷ് ഓഫ് ടിയും നോം ആർ ഡാഷ് ഓഫ് ടിയും വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം. ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ മൈനസ് 3 sin ടി ഐ പ്ലസ് സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് 3 cos t j plus 4k. ഇനി നോം ആർ ഡാഷ് ഓഫ് ടി ആവേണ്ടത്. നോം ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 3 sin t ഹോൾ സ്ക്വയർ പ്ലസ് 3 cos t ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 3 സ്ക്വയർ 9 ഉണ്ട്, ഇവിടെയും 3 സ്ക്വയർ, പിന്നെ ഇവിടെ 4 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 3 സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഔട്ട് സൈഡ് എടുക്കാം. 3 സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് 4 സ്ക്വയർ അല്ലേ. ഇതെന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറയും അല്ലേ. റൂട്ട് 9 പ്ലസ് 16 വരും. റൂട്ട് 9 പ്ലസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു 5. ആർ ഡാഷ് ഓഫ് ടി കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ഓഫ് ടി എങ്ങനെ എഴുതാം? ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ആണ്. ആർ ഡാഷ് ഓഫ് ടി പറഞ്ഞാൽ എന്ത് വരും? 3 sin ടി ഐ പ്ലസ് 3 cos ടി ജെ പ്ലസ് 4k ഓൾ ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം ഓരോ ടേമിനെയും. മൈനസ് 3/5 sin ടി ഐ പ്ലസ് 3/5 cos ടി ജെ പ്ലസ് 4/5 k. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ടി ഓഫ് ടി, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ക്ലിയർ ആയില്ലേ? ആർ ഓഫ് ടി തന്നിരുന്നു, അതിന് ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, നോം കാൽക്കുലേറ്റ് ചെയ്തു, ടി ഓഫ് ടി എന്നുള്ള യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് വരുന്നത്. ഇനി ഇതുപോലെ നമുക്ക് അടുത്തത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? യൂണിറ്റ് നോർമൽ വെക്ടർ. ഇനി നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി. അപ്പോൾ നമുക്കിപ്പോൾ ടി ഓഫ് ടി കിട്ടിയിരുന്നു അല്ലേ. ടി ഓഫ് ടി എന്തായിരുന്നു കിട്ടിയത്? മൈനസ് 3/5 സൈൻ ടി ഐ പ്ലസ് 3/5 cos ടി ജെ പ്ലസ് 4/5 k. ഇതാണ് ടി ഓഫ് ടി കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ടി ഡാഷ് ഓഫ് ടി ആണ് വേണ്ടത്. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ടി ഡാഷ് ഓഫ് ടി.
ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുക, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു -3/5. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് ടി ഐ പ്ലസ് 3/5. ഇവിടെ കോസ് ആണ്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വരും. അപ്പോൾ നമുക്ക് ഈ പ്ലസ് മൈനസ് ആയി കൊടുക്കാം, മൈനസ് സൈൻ ടി ജെ. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഇത് 0 ആയി പോകും. ടി ഡാഷ് ഓഫ് ടി കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നോം ടി ഡാഷ് ഓഫ് ടി. അപ്പോൾ അതായത് നോം ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് -3/5 cos t whole square plus -3/5 sin t whole square. That is equal to, ഇവിടെ 3/5 കോമൺ ആണ് അല്ലേ, അതായത് 3/5 whole square കോമൺ ആണ് വരുന്നത്. 3/5 whole square ഇവിടെ കോമൺ ആണ്, ഇൻറ്റു cos square t plus sin square t. ഇതെന്താണ്? 1 ആണെന്ന് അറിയാം. അപ്പോൾ എന്ത് വരും? 3/5 റൂട്ട് 3/5 whole square എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. അപ്പോൾ നോം ടി ഡാഷ് ഓഫ് ടി കിട്ടി. അപ്പോൾ നമുക്കിനി എൻ ഓഫ് ടി എങ്ങനെ എഴുതാം? എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി. ടി ഡാഷ് ഓഫ് ടി എന്താണ്? -3/5 cos ti -3/5 sin tj divided by 3/5 divided by norm d dash of t 3/5. അപ്പോൾ നമുക്ക് 3/5 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം, മൈനസ് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? എൻ ഓഫ് ടി, യൂണിറ്റ് നോർമൽ വെക്റ്റർ വരുന്നത്. ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടറും കിട്ടി, യൂണിറ്റ് നോർമൽ വെക്ടറും കിട്ടി. യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ഇതായിരുന്നു. യൂണിറ്റ് നോർമൽ വെക്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ടി ഓഫ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അതിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്തു. എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി എന്ന് കൊടുത്തു. നമുക്ക് എൻ ഓഫ് ടി കിട്ടി. ഇനി അടുത്തത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ബി അല്ലേ, ബി ഓഫ് ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ ഓഫ് ടി നമുക്ക് എഴുതാം, ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് എൻ ഓഫ് ടി എന്താ കിട്ടിയത്? എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബി ഓഫ് ടി. ബി ഓഫ് ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. അപ്പോൾ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? ക്രോസ് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിറ്റർമിനൻ്റ് ആണ് ചെയ്യുക അല്ലേ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ക്രോസ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡിറ്റർമിനൻ്റ്. ഇവിടെ ടി ഓഫ് ടി ഉണ്ട്, എൻ ഓഫ് ടി ഉണ്ട്, രണ്ട് വെക്റ്ററുകളാണ്. രണ്ട് വെക്റ്ററുകൾ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ A1 A2 A3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എഴുതാറുള്ളത്. അപ്പോൾ സപ്പോസ് A1 I പ്ലസ് A2 J പ്ലസ് A3 K എന്നുള്ളതാണ് V1 ഉള്ള വെക്റ്റർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ V2 is equal to B1 I പ്ലസ് B2 J പ്ലസ് B3 K. അങ്ങനെയാണ് നമ്മൾ V1 ക്രോസ് V2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിറ്റർമിനൻറ്റ് I J K A1 A2 A3 ആൻഡ് B1 B2 B3. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ടി ഓഫ് ടി എന്നുള്ള വെക്ടറും എൻ ഓഫ് ടി എന്നുള്ള വെക്ടറും തമ്മിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ. ഫസ്റ്റ് ടി ഓഫ് ടിൻ്റെ ഐ കമ്പോണൻ്റ് എന്താണ്? -3/5 സൈൻ ടി. ജെ കമ്പോണൻ്റോ 3/5 കോസ് ടി. കെ കമ്പോണൻ്റ് 4/5 ആൻഡ് എൻ ഓഫ് ടീൻ്റെതോ മൈനസ് കോസ് ടി. ജെ കമ്പോണൻ്റ് എന്താണ്? മൈനസ് സൈൻ ടി. കെ കമ്പോണൻ്റ് ഇല്ല അല്ലേ, അപ്പോൾ 0 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഡിറ്റർമിനൻറ്റ് ഈ റോയും ഈ കോളും ഒഴിവാക്കുക, അതായത് ഈ പോർഷൻ ഇത്രയും പോർഷൻ വരും അല്ലേ, ഇത്രയും ഭാഗം വരും. ഇത്രയും പോർഷൻ എന്ന് പറയുമ്പോൾ 3/5 കോസ് ടി 4/5 മൈനസ് സൈൻ ടി 0 മൈനസ് ജെ ഇൻറ്റു അടുത്ത ഐ കമ്പോണൻറ്റിന് പോസിറ്റീവാണ്, ജെ നെഗറ്റീവ്, പിന്നെ കെ പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ മൈനസ് ജെ ഇൻറ്റു അടുത്തത് ഏത് വരും? ജെ കമ്പോണൻറ്റിൻ്റെ ആകുമ്പോൾ ജെൻ്റെ കോളവും റോയും ഒഴിവാക്കണം, അതായത് ഇതും ഇതും പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? -3/5 സൈൻ ടി
മൈനസ് 3/5 സൈൻ ടി മൈനസ് കോസ് ടി 4/5 ആൻഡ് 0 അല്ലേ. പ്ലസ് ഞാൻ ഇവിടെ എഴുതുകയാണ്, പ്ലസ് കെ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഇത്രയും ഭാഗം പോകും. അതായത് എന്ത് വരും, മൈനസ് 3/5 സൈൻ ടി 3/5 കോസ് ടി മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി that is equal to I into ഇവിടെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 0 ഇൻറ്റു 3/5 കോസ് ടി എന്നാൽ 0 ആയി. മൈനസ് മൈനസ് സൈൻ ടി ഇൻറ്റു 4/5 എന്ന് പറയുമ്പോൾ ഇതൊരു പ്ലസ് ആവും അല്ലേ. ദാറ്റ് ഈസ് 4/5 സൈൻ ടി. അപ്പോൾ ആയി കഴിഞ്ഞു. മൈനസ് ജെ ഇൻറ്റു ജെ കമ്പോണൻ്റ് എന്തായാലും ഇത് 0 ആയി പോകും. മൈനസ് കോസ് ടി ഇൻറ്റു 4/5 എന്ന് പറയുമ്പോൾ 4/5 കോസ് ടി പ്ലസ് കെ ഇൻറ്റു ഇതെന്ത് വരും, ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ എന്ത് വരും, 3/5 സൈൻ സ്ക്വയർ ടി. 3/5 സൈൻ ടി ഉണ്ട് മൈനസ് സൈൻ ടി ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് വരും, മൈനസ് 3/5 ഇൻറ്റു മൈനസ് സൈൻ ടി എന്ന് പറയുമ്പോൾ 3/5 സൈൻ സ്ക്വയർ ടി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഓൾറെഡി നമുക്കൊരു മൈനസ് കൂടെ വരും. നമ്മൾ ഇത് മൈനസ് ഇത് നിന്ന് വരും. അപ്പോൾ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് പ്ലസ് 3/5 കോസ് സ്ക്വയർ ടി കോസ് ടി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 4/5 സൈൻ ടി ഐ 4/5 സൈൻ ടി ഐ മൈനസ് 4/5 കോസ് ടി ജെ പ്ലസ് ഇവിടെ 3/5 ഉണ്ട് 3/5 ഉണ്ട്, അത് കോമൺ ആണ്. ബാക്കി എന്താ വരിക, സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് പറയുമ്പോൾ 1 അല്ലേ. അപ്പോൾ എന്ത് വരും, പ്ലസ് 3/5 കെ എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, ബി ഓഫ് ടി. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തത് മനസ്സിലായില്ലേ. നമുക്ക് എന്താണ്, ക്രോസ് പ്രോഡക്റ്റ് ആണ്. ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി ആണ്. ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടർ തമ്മിൽ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. അതായത് ആ കമ്പോണൻറ്റിൻ്റെ ഓരോ ഐ ജെ കെ കമ്പോണൻറ്റ് എടുത്തിട്ട് ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഐ കമ്പോണൻറ്റ് ഐ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളും ഈ റോയും പോകും. അപ്പോൾ എന്ത് വരും, 3/5 കോസ് ടി 4/5 മൈനസ് സൈൻ ടി 0. അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ലാസ്റ്റ് 4/5 സൈൻ ടി ഐ മൈനസ് 4/5 കോസ് ടി ജെ പ്ലസ് 3/5 കെ എന്ന് വരും. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കർവേച്ചർ അല്ലേ. കർവേച്ചർ എന്ന് പറഞ്ഞാൽ കാപ്പ ഓഫ് ടി. കാപ്പ ഓഫ് ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, നോം ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. നമുക്ക് നോം ടി ഡാഷ് ഓഫ് ടി കിട്ടിയിരുന്നു, നോം ആർ ഡാഷ് ഓഫ് ടി ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ നോം ആർ ഡാഷ് ഓഫ് ടി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആർ ഡാഷ് ഓഫ് ടി ഇതിന്ന് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. 3 കോസ് ടി ഐ പ്ലസ് 3 സൈൻ ടി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരുന്നത്, √25 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടിയിരുന്നത് ആർ ഡാഷ് ഓഫ് ടി. അതുപോലെ നോം ടി ഡാഷ് ഓഫ് ടി എന്തായിരുന്നു കിട്ടിയിരുന്നത്, നോം ടി ഡാഷ് ഓഫ് 3t എന്ന് പറയുമ്പോൾ 3/5 നമ്മൾ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, കാപ്പ ഓഫ് ടി ഈസ് ഈക്വൽ ടു നോം ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5/5 3/25. അപ്പോൾ നമ്മൾ ടി ഓഫ് ടി യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തു, എൻ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, ബി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, കർവേച്ചർ ലാസ്റ്റ് സിമ്പിളാണ്. ഈ ബി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതെ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഡിറ്റർമിനൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ TNB പ്രൈം പറഞ്ഞപ്പോൾ 3 പ്ലെയിനുകൾ പറഞ്ഞിരുന്നു അല്ലേ. ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ, അതുപോലെ തന്നെ റെക്ടിഫൈങ് പ്ലെയിൻ, നോർമൽ പ്ലെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്ലെയിനിൻ്റെയൊക്കെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അത്തരത്തിലുള്ള ഒരു പ്രോബ്ലമാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോബ്ലം. Find the equation for the osculating, normal and rectifying planes of a car. R of t is equal to cos ti plus sin tj minus k at t equal to pi/4. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓസ്കുലേറ്റിങ്ങും നോർമലും റെക്ടിഫൈങ് പ്ലെയിനും 3 പ്ലെയിനുകളുണ്ട് അല്ലേ. അതായത് നമ്മൾ TNB എന്ന് പറഞ്ഞിരുന്നു. അതായത് ഓസ്കുലേറ്റിങ്ങും നോർമലും റെക്ടിഫൈങ്ങും 3 പ്ലെയിനിൻ്റെയും ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ TNB 3ഉം കാൽക്കുലേറ്റ് ചെയ്യണം. യൂണിറ്റ് നോർമലും യൂണിറ്റ് ടാൻജൻറ്റും ബൈ നോർമലും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അറ്റ് t ഈക്വൽ ടു pi/4. അപ്പോൾ നമ്മൾ ഇത് ടി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എൻ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യും.
ബി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഈ ടീൻ്റെ പ്ലേസിലൊക്കെ π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആൻസർ കിട്ടണം. അതിനുശേഷം വേണം നമുക്ക് ഓരോ ഓസ്കുലേറ്റിംഗ് ആയാലും നോർമൽ ആയാലും റെക്ടിഫൈങ് പ്ലെയിനിൻ്റെയും ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക പോയിന്റ് നോർമൽ ഫോം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ഇവിടെയും തുടങ്ങാം. ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആർ ഓഫ് ടി അല്ലേ. ആർ ഓഫ് ടി എന്താണ്? കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം. ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ. നോം ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ടി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ടി ഓഫ് ടി എങ്ങനെ എഴുതാം? ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ ഡിവൈഡഡ് ബൈ 1 ആയിരുന്നു. അപ്പോൾ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ടി ഓഫ് ടി കിട്ടി. ഇനി അടുത്തത് എന്താ വേണ്ടത്? എൻ ഓഫ് ടി. എൻ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വേണം? ടി ഡാഷ് ഓഫ് ടി വേണം. ടി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ഒരു മൈനസ് സൈൻ ടി എന്ന് പറയുമ്പോൾ മൈനസ് കോസ് ടി ഐ മൈനസ് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. അപ്പോൾ എന്തൊരു മൈനസ് സൈൻ ടി ജെ എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? നോം ടി ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യും. നോം എന്ന് പറഞ്ഞാൽ ശരിക്കും മോഡുലസ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ 3D-യിലാവുകൊണ്ട് നോം എന്ന് പറയുന്നേ ഉള്ളൂ. ശരിക്കും എന്താണ്? മോഡുലസ് എന്നുള്ള കൺസെപ്റ്റാണ് പ്ലെയിനിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മോഡുലസ് എന്ന് പറയുന്നത്. മോഡുലസ് എന്ന് പറഞ്ഞാൽ മതി. നോം എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നോം എന്ന് പറഞ്ഞെന്നുള്ളൂ. മോഡുലസ് ആണ് കൺസെപ്റ്റ്. അപ്പോൾ മൈനസ് കോസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ടി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ എൻ ഓഫ് ടി എന്താ വരിക? എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഡാഷ് ഓഫ് ടി എന്താണ്? മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ ഡിവൈഡഡ് ബൈ 1. അപ്പോൾ അതിനെ എഴുതിയാൽ മതി. അപ്പോൾ എൻ ഓഫ് ടിയും കിട്ടി, ടി ഓഫ് ടിയും കിട്ടി. ഇനി അടുത്തത് എന്താ വേണ്ടത്? ബി ഓഫ് ടി. ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. ഇവിടെ ആർ ഓഫ് ടി സികൾ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ മൈനസ് കെ എന്ന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എഴുതിയിരുന്നില്ല, മറന്നതാണ്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇവിടെ കെ കമ്പോണൻ്റ് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്തതൊക്കെ കറക്റ്റ് തന്നെയാണ്. ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, ടി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, ടി ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, നോം ടി ഡാഷ് ഓഫ് ടി, എൻ ഓഫ് ടി, ബി ഓഫ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ടി ഓഫ് ടി. ടി ഓഫ് ടിൻ്റെ എന്താ വരുന്നത്? സൈൻ മൈനസ് സൈൻ ടി, ജെ കമ്പോണൻറ്റോ മൈനസ് കോസ് ടി എന്നാണ് വരുന്നത്. കെ കമ്പോണൻ്റ് ഇല്ല, 0 ആണ്. അതുപോലെ ഇവിടെ ടി ഡാഷ് ഓഫ് ടി എന്താ വരുന്നത്? നമുക്ക് എൻ ഓഫ് ടി എന്താ വരുന്നത്? എൻ ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇവിടെ എന്ത് വരും? ഇത് 0 ആയി പോവും, 0 ആയി പോവും, 0 മൈനസ് 0 മൈനസ് ജെ ഇൻറ്റു ഇതുമാണ്. അപ്പോൾ എന്ത് വരും? ഈ പോർഷനും ഇതും കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 0 മൈനസ് 0 തന്നെയാണ് വരിക അല്ലേ. പ്ലസ് കെ ഇൻറ്റു കെ കമ്പോണൻ്റ് എന്ത് വരും? കെ കമ്പോണൻ്റ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ പോർഷനും ഇതും പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? സൈൻ സ്ക്വയർ ടി മൈനസ് സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് വരും അല്ലേ. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം പോകും. ഇവിടെ എന്തൊരു 1 എന്ന് വരും അല്ലേ. അതായത് കെ ഇൻറ്റു 1 വരുള്ളൂ, അതായത് കെ എന്ന് വരും. അപ്പോൾ ബി ഓഫ് ടി എന്താണെന്ന് കിട്ടി? കെ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ടി ഓഫ് ടി കിട്ടി, എൻ ഓഫ് ടി കിട്ടി, ബി ഓഫ് ടി കിട്ടി. ഇനി ഇതൊക്കെ എന്ത് ചെയ്യുക? ടി ഈക്വൽ ടു π/4 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ടി ഓഫ് ടി എന്തായിരുന്നു? ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ ആൻഡ് എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ ആൻഡ് ബി ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് അറ്റ് ടി ഈക്വൽ ടു π/4 ടി ഓഫ് π/4 എന്ത് വരും? ടി ഓഫ് π/4 ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ π/4 ഐ പ്ലസ് കോസ് π/4 ജെ. ദാറ്റ് ഈസ് മൈനസ് സൈൻ π/4 എന്താണ്? മൈനസ് 1/√2 1/√2 ഐ പ്ലസ് കോസ് π/4 1/√2 ആണ്, 1/√2 ജെ എന്ന് വരും. അപ്പോൾ ടി ഓഫ് π/4 കിട്ടി. ഇനി അതുപോലെ എന്ത് ചെയ്യുക? എൻ ഓഫ് π/4. എൻ ഓഫ് π/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? എന്ന് പറയുമ്പോൾ മൈനസ് കോസ്
pi by 4i minus sin pi by 4j. That is equal to minus cos pi by 4 എന്താണ് 1 by root 2 I minus 1 by root 2 j. ഇനി അടുത്തത് എന്താണ് b of pi by 4. b of pi by 4 എന്ന് പറഞ്ഞാൽ k തന്നെയാണ് വരിക. അപ്പോൾ ഇതുവരെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഓരോ പ്ലെയിനുകളുടെ ഇക്വേഷൻ ആണ് കണ്ടത്. ഫസ്റ്റ് ഓസ്കുലേറ്റിംഗ്, പിന്നെ നോർമൽ, റെക്ടിഫൈങ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റുകൾ ഇവിടെ എഴുതി വെക്കാം. ടി ഓഫ് പൈ ബൈ 4 is equal to minus 1 by root 2i plus 1 by root 2j ആണ്. n of pi by 4 എന്ന് പറഞ്ഞാൽ minus 1 by root 2i minus 1 by root 2j ആണ്. and b of pi by 4 is equal to k. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ ആണ് അല്ലേ? ഓസ്കുലേറ്റിംഗ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ബൈ പോയിന്റ് നോർമൽ ഫോം നമുക്ക് ഇപ്പോൾ നമ്മൾ പോയിന്റ് നോർമൽ ഫോം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ ഇക്വേഷൻ ഓഫ് എ പ്ലെയിനിലുള്ള ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പോയിന്റ് നോർമൽ ഫോം എന്തായിരുന്നു? നമ്മൾ ഇതൊക്കെ പ്ലസ് ടുവിന് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പോയിന്റ് നോർമൽ ഫോം പറയുന്നത്. Equation of a plane passing through a point with a position vector x naught I plus y naught j plus z naught k and perpendicular to the vector ai plus bj plus ck is a into x minus x naught plus b into i minus y naught plus c into z minus z naught is equal to 0. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്നാണ് നമുക്ക് ഇവിടെ എന്താണ് പ്ലെയിൻ, ഒന്നെങ്കിൽ റെക്ടിഫൈങ് അല്ലെങ്കിൽ നോർമൽ ആൻഡ് ഓസ്കുലേറ്റിംഗ്. ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് പൊസിഷൻ വെക്റ്റർ, നമുക്ക് പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട് r of t എന്നുള്ള, ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ വെക്റ്റർ. ഈ മൂന്ന് വെക്ടറുകളുണ്ട് അല്ലേ? ടിയും എന്നും ബിയും. അപ്പോൾ ഇതിനോടെങ്കിലും ഒന്ന് പെർപെൻഡിക്കുലറും ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോമിൽ തന്നെ ഈ പോയിന്റ് നോർമൽ ഫോം യൂസ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ടി എൻ ബി എന്നുള്ള ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ വെക്റ്റർ ഇതാണ് നമ്മുടെ ആർ ഓഫ് ടി എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ. ഏതായിരുന്നു ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ വന്നിരുന്നത് വെച്ചിട്ട്? അപ്പോൾ ഇതാണ് നമ്മുടെ ടി ഓഫ് ടിയും എൻ ഓഫ് ടിയും ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് വിത്ത് എ പൊസിഷൻ വെക്റ്റർ, നമ്മുടെ പൊസിഷൻ വെക്റ്റർ ഏതാണ്? ആർ ഓഫ് ടി. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ആർ ഓഫ് ടി. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ വെക്റ്റർ. ഈ രണ്ടെണ്ണം ഈ ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ ഏത് വെക്റ്ററിനോടാണ് പെർപെൻഡിക്കുലർ ആവുന്നത്? ഈ ഒരു പ്ലെയിൻ ഏത് വെക്റ്ററിനോടാണ് പെർപെൻഡിക്കുലർ ആവുന്നത്? ബി ഓഫ് ടിനോടല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടി ഈക്വൽ ടു പൈ ബൈ 4. ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ ഈസ് ദ പ്ലെയിൻ determined by t of t and n of t and is the plane passing through a point. നമുക്ക് ഈ ഒരു പോയിന്റ് നോർമൽ ഫോമിൽ തന്നെ ഡെഫിനിഷൻ കൊടുക്കാം. That is, oscillating plane is a plane passing through the point with a position vector. Vector ഏതാണ്? r of t is equal to cos ti plus sin tj minus k and perpendicular to the vector ai plus bj plus ck എന്നുള്ളതിന് b of t ആണ് അല്ലേ? and perpendicular to the vector b of pi by 4 is equal to k. നമുക്ക് b of t അല്ല വേണ്ടത്, t equal to pi by 4ലാണ്. അപ്പോൾ b of and perpendicular to the vector p of pi by 4 is equal to k. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ എങ്ങനെ എഴുതാം? നമ്മളുടെ r of pi by 4. r of pi by 4 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ r of t എല്ലാത്തിനും pi by 4 കൊടുക്കുക. അതെന്ത് വരും? cos pi by 4 i plus sin pi by 4 j minus k. That is equal to 1 by root 2i plus 1 by root 2j minus k. അപ്പോൾ നമുക്ക് ഇതാണ് എന്ത് വരുന്നത്? നമ്മുടെ പൊസിഷൻ വെക്റ്റർ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് എന്ത് വരും? എക്സ് നോട്ട് ഈക്വൽ ടു 1 by root 2 and y naught is equal to 1 by root 2 and z naught is equal to -1. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? വിത്ത് എ പെർപെൻഡിക്കുലർ വെക്റ്റർ ആണ് അല്ലേ? പെർപെൻഡിക്കുലർ വെക്റ്റർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണ്. അതിന് പകരം നമുക്ക് ഇവിടെ പെർപെൻഡിക്കുലർ വെക്റ്റർ ഏതാണ്? ബി ഓഫ് ടി. അപ്പോൾ നമ്മളുടെ ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ബിയും സി എന്നുള്ള കമ്പോണൻറ്റ് ഐ ജെ കെ എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ കെ എന്നുള്ള കമ്പോണൻറ്റിന് മാത്രമേ ഉള്ളത് അല്ലേ? അതായത് ബി ഓഫ് കെ, ബി ഓഫ് 5/4 എന്ന് പറഞ്ഞാൽ കെ ആണ്. അപ്പോൾ നമുക്കിവിടെ എ 0 ആയിരിക്കും, ബി 0 ആയിരിക്കും, സി ഉണ്ടായിരിക്കും. സി എന്താണ്? 1. അപ്പോൾ നമുക്ക് എന്നിട്ട് എ is equal to 0 and b is equal to 0 and c equal to 1. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനിലാണ് കൊടുത്താൽ മതി. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? that is equal to, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എ ഇൻറ്റു ഇതിൽ കൊടുക്കുക അല്ലേ? എ ഇൻറ്റു എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു എക്സ് മൈനസ് 1 by root 2 പ്ലസ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 ഇൻറ്റു വൈ മൈനസ് 1 by root 2
പ്ലസ് സി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു സെഡ് മൈനസ് മൈനസ് വന്നാൽ സെഡ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഇത് 0 ആയി, ഇത് 0 ആയി. അപ്പോൾ എന്ത് വരും? സെഡ് പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ സെഡ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഓസ്കുലേറ്റിംഗ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓസ്കുലേറ്റിംഗ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതുപോലെ ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാം. നോർമൽ അല്ലേ? നോർമൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എവിടെ വരിക? ഇതാണ് നോർമൽ പ്ലെയിൻ. നോർമൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്നും ബിയും വരുന്നത്. എന്നും ബിയും ഡിറ്റർമൈൻ ചെയ്യുന്ന പ്ലെയിൻ ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് പെർപെൻഡിക്കുലർ വരിക? ടി ഓഫ് ടി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ടി ഓഫ് ടി ആണ് പെർപെൻഡിക്കുലർ വരുന്നത്. ഈ ബിയും ടിയും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എന്നാണ് പെർപെൻഡിക്കുലർ വെക്ടർ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ബാക്കി രണ്ട് എണ്ണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ടി ഈക്വൽ ടു 5.